നമസ്കാരം. അന്യോന്യത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഈ പരിപാടിയുടെ ഈ ത്തിൽ നമ്മളോട് സംസാരിക്കാൻ എത്തിയിരിക്കുന്നത് പ്രമുഖ സ്വാതന്ത്ര്യ സമര സേനാനിയും നമ്മുടെ ഒന്നാം തലമുറ ഗാന്ധിയന്മാരിലെ അവസാന കണ്ണികളിൽ ഒരാളുമായ ശ്രീ കെ.ഇ. മാമനാണ്. മാമൻ സാറേ, താങ്കൾക്ക് ഈ പരിപാടിയിലേക്ക് സ്വാഗതം. എന്താണ് ഗാന്ധി ജയന്തി മുൻനിർത്തി പ്രേക്ഷകരോട് പറയാനുള്ള ഒരു സന്ദേശം? ഗാന്ധിജി സ്വാതന്ത്ര്യ സമരം നയിച്ച കാലത്ത് ജീവിക്കുവാൻ സാധിച്ചത്, പ്രത്യേകിച്ചും യുവാവായിട്ട് ജീവിക്കുവാൻ സാധിച്ചതിൽ ഞാൻ വളരെ അഭിമാനിക്കുന്നു. ആ സമരത്തിൽ സജീവമായിട്ട് പങ്കെടുത്തു. ആ കാലം കാണാത്ത ഒരുപാട് പ്രേക്ഷകർ നമ്മളോടൊപ്പമുണ്ട്. ഗാന്ധി ജയന്തി ദിവസം ആ ആഘോഷത്തിലൂടെ, ആ ഓർമ്മയിലൂടെ നമ്മളൊക്കെ കടന്നു പോകുമ്പോൾ എന്താണ് പറയാനുള്ളത്? ധൈര്യം, ധീരതയുള്ളവർക്ക് നോൺ വയലൻസ് പാലിക്കാൻ. എൻ്റെ ജീവിതത്തിൽ പോലീസിനെ അടികൊള്ളാനും അവിടെ ഒക്കെ ഗാന്ധിയൻ ആദർശം പിടിച്ച് അടിമേറ്റുള്ളപ്പോഴും മഹാത്മാഗാന്ധിജി എന്ന് വിളിച്ചു സാധിച്ചു. അന്നത്തെ ഒരു പാട്ട് പാടിയാൽ നിങ്ങൾക്ക് അർത്ഥം മനസ്സിലാവും. അത് അംശനാരായണപിള്ള എഴുതിയ സ്വാതന്ത്ര്യ സമരകാലത്ത് പട്ടാളത്തിൻ്റെ പോലീസിനെ അടിമേടിക്കാൻ സ്വാതന്ത്ര്യ സമര സേനാനിയുടെ ധൈര്യം തന്ന ആ പാട്ടാണ് അംശനാരായണപിള്ള എഴുതിയത്. ഇവിടുത്തെ അത് വരിക വരിക സഹചരേ സഹന സമര സമയമായി കരളുണർന്നു കൈകൾ കോർത്തു കാൽനടയ്ക്ക് പോകണം, നമ്മളെ പിടിച്ചുകൊണ്ടു ജയിലിലാക്കുമെങ്കിലോ നന്മ ചെയ്തതിന്നു നമ്മൾ നന്ദി വാക്കു ചൊല്ലണം. വെടികൾ അടികൾ ഇടികളൊക്കെ വന്നുമേറ്റു കൊള്ളുകിൽ പൊടിതുടറ്റു ചിരിച്ചിരിച്ചു മാറുകാട്ടി നിൽക്കണം. വൈസ്രോയ് തന്നെ വന്നു നിന്നു വലിയ തോക്കുവയ്ക്കലും പൊടിതുടറ്റു ചിരിച്ചിരിച്ചു മാറുകാട്ടി നിൽക്കണം. CP തന്നെ വന്നു നിന്നു വലിയ തോക്കുവയ്ക്കലും പൊടിതുടച്ചു ചിരിച്ചിരിച്ചു മാറി കാട്ടി നിൽക്കണം. എത്ര നാൾ അടിമയായി കിടക്കണം സഖാക്കളെ, പുത്രപൗത്രരെങ്കിലും സ്വതന്ത്രരായി വരേണ്ടയോ, പുത്രപൗത്രരെങ്കിലും സ്വതന്ത്രരായി വരേണ്ടയോ. ഈ പാട്ട് നമ്മുടെ സ്വാതന്ത്ര്യ സമരവുമായി ചേർത്ത് വെച്ച് എപ്പോഴും മലയാളികൾ ഓർക്കുന്ന ഒരു പാട്ടാണ്. ഈ പാട്ട്, ഈ സമരഗാനം ആദ്യമായി എവിടെ നിന്നാണ് കേട്ടത്? എന്നാണ് മാമൻ സാർ ഇത് ആദ്യമായി പാടാൻ ഇടവന്നിട്ടുള്ളത്? ഇവിടെ പന്നല ശ്രീധരന്റെ നേതൃത്വത്തിൽ ഇവിടുത്തെ മേയർ ഇവിടുത്തെ ആ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കാൻ ഒരു ജാഥ പോയി. അപ്പോൾ ഞാൻ രാത്രിയായിരുന്നു. ഞാൻ എൻ്റെ ഫാദർ ട്രിവാൻഡ്രത്തെ നാഷണൽ ബാങ്കിൻ്റെ മാനേജിങ് ഡയറക്ടറാണ്. ഞങ്ങളെല്ലാം രാത്രി പോയി ജാഥ പോകുന്നത് കണ്ടു. എനിക്ക് ഇൻസ്പിറേഷൻ തന്നു. അന്ന് ജീവിക്കാൻ സാധിച്ചത് വലിയൊരു ഭാഗ്യമാണ്. എങ്ങനെയാണ് സാറ് ഒരു ഗാന്ധിയൻ ചിന്തയിലേക്ക് എത്തിയത്? എങ്ങനെയാണ് സ്വാതന്ത്ര്യ സമര ഭടനായത്? ഈ ചെറുപ്പകാലം മുതൽ ഏത് തരത്തിലാണ് അങ്ങനെ മാറി വന്നത്? ഞാനൊരു ആക്റ്റീവ് സ്കൗട്ടായിരുന്നു അന്ന്. പക്ഷേ ഈ യൂണിയൻ ഗോഡ് സേവ് ദ കിങ് എന്ന് ബ്രിട്ടീഷ് കിങ്, ആ പാട്ട് ഞാൻ പറഞ്ഞു ഇത് ഞങ്ങൾ പാടില്ലെന്ന് പറയുന്നു. അങ്ങനെ അന്നേ ഞാനൊരു റിബലായിരുന്നു. എവിടെയാണ് സാർ ജനിച്ചത്? ആ നാട്ടിലെ അവസ്ഥ എങ്ങനെയായിരുന്നു? അവിടെ ആരൊക്കെ ദേശീയ സ്വാതന്ത്ര്യ സമര രംഗത്ത് ഒരു മാതൃകകളായിട്ട് അവിടെ ആരൊക്കെ ഉണ്ടായിരുന്നു? എൻ്റെ കണ്ടത്തിൽ വർഗീസ് മാപ്പിള ആണ് എൻ്റെ കണ്ടത്തിൽ കുടുംബം. എൻ്റെ ഫാദറ് NJMൽ മദ്രാസ് ക്രിസ്ത്യൻ കോളേജിൽ പഠിച്ച് അത് കഴിഞ്ഞ് അവിടെ ശമ്പളം വാങ്ങിക്കാതെ NDM സ്കൂളിലെ ടീച്ചറായിരുന്നു. അപ്പം അന്ന് പിന്നെ ഫാദർ ട്രിവാൻഡ്രത്ത്, ഞാനും എൻ്റെ അനിയൻ മരിച്ചുപോയി. ഞങ്ങൾ രണ്ടുപേരും ട്രിവാൻഡ്രത്താണ് ജനിച്ചത്. അന്നത്തെ സ്വാതന്ത്ര്യ സമര നേതാക്കൾ ആരൊക്കെയായിരുന്നു? ആരാണ് മാതൃകകളായി മാറിയത് താങ്കൾക്കും സഹോദരനും? അന്ന് G. രാമേന്ദ്രൻ
അന്ന് ബദ്ദായി പഠിച്ചതാണ്. ഗാന്ധിയുടെ ഒരു ഇതാണ്. YMCA വെച്ച് മിക്കവാറും ഡി രാമൻ്റെ പ്രസംഗം നല്ല ഇംഗ്ലീഷാണ്. അപ്പോൾ ആ പ്രസംഗം കേൾക്കാൻ ഞാൻ ആർട്സ് കോളേജിൽ നിന്ന് ഞാനും സ്റ്റീഫനുമെല്ലാം രാമേന്ദ്രയുടെ ഒന്നാം തരം ഇംഗ്ലീഷുള്ള പ്രസംഗം കേൾക്കാൻ പോകുമായിരുന്നു YMCA. അന്ന് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ ഇവിടെ എങ്ങും കൊടി ഉയർത്താൻ ആരും സ്ഥലം തന്നില്ല. YMCAയിലാണ് കൊടി ഉയർത്തിയത്. പിന്നെ എൻ്റെ ഫാദർ നാഷണൽ ബാങ്കിൻ്റെ മാനേജിങ് ഡയറക്ടറായിരുന്നു. ഇവിടെ ആയിരുന്നു. സെക്രട്ടറിയേറ്റിൻ്റെ നേരെ മുമ്പിലാണ് ഞങ്ങൾ താമസിച്ചത്. ഫാദർ അന്ന് ഗോപാലകൃഷ്ണ ഗോഖലെയെ പറ്റി ഒരു ബുക്ക് എഴുതിയിട്ടുണ്ട്. ഇപ്പം അതിൻ്റെ കോപ്പിയൊന്നുമില്ല. സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം താങ്കൾ രാഷ്ട്രീയ പ്രവർത്തകനാവുകയും തെരഞ്ഞെടുപ്പിന് നിൽക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടല്ലോ. സോഷ്യലിസ്റ്റ് പാർട്ടിയിലാണ് താങ്കൾ പിന്നീട് പ്രവർത്തിച്ചത്. എന്തുകൊണ്ട് കോൺഗ്രസിൽ നിന്ന് സോഷ്യലിസ്റ്റ് പാർട്ടിയിലേക്ക് ഒരു മാറ്റമുണ്ടായി? എങ്ങനെയാണ് ആ സാഹചര്യം? ഡെമോക്രസി, സോഷ്യലിസം, മതേതരത്വം, ഇത് മൂന്നും നമുക്ക് ആവശ്യമാണ്. ഇത് മൂന്നും ആവശ്യമാണ്. പക്ഷേ ഇവിടെ ഡെമോക്രസി ഇല്ലാതെ സോഷ്യലിസമില്ല, സോഷ്യലിസം ഇല്ലാതെ ഡെമോക്രസിയില്ല. റഷ്യ പരാജയപ്പെട്ടത്, റഷ്യൻ റവല്യൂഷൻ ഞങ്ങളൊക്കെ വളരെ ബഹുമാനിച്ചതാണ്. അന്ന് അച്യുതമേനോൻ സോവിയറ്റ് നാടെന്നും പറഞ്ഞൊരു ബുക്ക് എഴുതിയിട്ടുണ്ട്. വലിയ സോവിയറ്റ് നാട് നമ്മുടെ സ്വർഗമായിട്ട് കരുതുക. പിന്നെ അവർ ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സോഷ്യലിസം, കോൺഗ്രസും സോഷ്യലിസം, ഡെമോക്രസി ഇല്ലാതെ സോഷ്യലിസമില്ല, സോഷ്യലിസം ഇല്ലാതെ ഡെമോക്രസിയില്ല. അപ്പം വി ആർ ഹാവിങ് ദ ബെസ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ ഇൻ ദ വേൾഡ്, ഡെമോക്രാറ്റിക്, സോഷ്യലിസ്റ്റ്, സെക്യുലർ റിപ്പബ്ലിക്. പക്ഷേ ഇപ്പം ഈ കുരങ്ങൻ്റെ ഈ പൂമാലും എല്ലാം പൊടിച്ചു മുടിച്ച് ഡെമോക്രസി. ജനാധിപത്യം നിലവിൽ വന്ന ഒരു സാഹചര്യത്തിൽ സോഷ്യലിസത്തിലേക്ക് രാജ്യം നീങ്ങണം എന്ന താല്പര്യത്തോടെയാണോ സോഷ്യലിസ്റ്റ് പാർട്ടിയിലേക്ക് എത്തുന്നത്? അതെ. ജയപ്രകാശ് നാരായണ, അശോക് മേത്ത, ലോഹിയ, അന്ന് വലിയ ആളുകൾ. എനിക്ക് മെമ്പർഷിപ്പ് വന്നിരിക്കുന്നത് ഇവിടെ ഉണ്ട്. ആദ്യത്തെ തെരഞ്ഞെടുപ്പിന്റെ ഓർമ്മകൾ എങ്ങനെയാ? പിന്നെ തെരഞ്ഞെടുപ്പ് വന്നപ്പം താണുപിള്ള സാർ വന്ന് എന്നെ നിർബന്ധിച്ചു. ഞാൻ വളരെ പോപ്പുലറാത്തത്, ഞാൻ സോഷ്യൽ വർക്കുമൊക്കെ. സാറ് വന്ന് എന്നെ നിർബന്ധിച്ചു. ഞാൻ പറഞ്ഞു, സാറേ ഞാൻ ഡെയിലി പാർട്ടിക്ക് എനിക്ക് താല്പര്യമില്ലെന്ന് പറഞ്ഞു. ഞാൻ നിന്നാൽ ജയിക്കാൻ വളരെ സാധ്യതയുണ്ട്. ഞാൻ പറഞ്ഞു KA മാത്യു നിന്നോട്ടെ. അദ്ദേഹം എന്നെ പിടിച്ച് നിർബന്ധിച്ചു, പണം തരാമെന്ന് പറഞ്ഞു. പക്ഷേ സാറിൻ്റെ നോട്ടം മുഖ്യമന്ത്രിയാകുക, അത് കഴിഞ്ഞ് പിടിച്ച് പട്ടത്തിന് പുള്ളി ഗവർണറായിട്ട് അങ്ങ് പോയി. ആദർശമില്ലാതെ നേതാക്കന്മാരാതെ സങ്കടം. ആ തെരഞ്ഞെടുപ്പിൽ താങ്കൾ തോറ്റുപോയോ? എന്നെ അന്ന് ഞങ്ങളുടെ ഒരു പത്രം തന്നെ, CM സ്റ്റീഫൻ എൻ്റെ ഫ്രണ്ടാ, അദ്ദേഹം അന്ന് പ്രസിഡന്റ്, KE മാമൻ കമ്മ്യൂണിസ്റ്റ് ജയിലിലാണ്, കമ്മ്യൂണിസ്റ്റ് ജയിലിലാണ്, കമ്മ്യൂണിസ്റ്റുകാരുടെ ജയിലിലാണെന്ന് പറഞ്ഞു. KE മാമൻ കമ്മ്യൂണിസ്റ്റ്, ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചു, ജയിലിൽ പോയി. പക്ഷെ ഇപ്പൊ KE മാമൻ കമ്മ്യൂണിസ്റ്റ് പാളയത്തിലാണെന്ന് പറഞ്ഞു. കമ്മ്യൂണിസ്റ്റ് സർപ്പത്തെ അയച്ചാണ് എന്നും പറഞ്ഞ് പ്രസംഗിച്ചു. നല്ലവണ്ണം പ്രസംഗം. അതേ തുടർന്നാണോ താങ്കൾ അവിടെ തോറ്റുപോകുന്നത്? ആ പ്രസംഗം വളരെ. എവിടെയായിരുന്നു മത്സരം? തിരുവല്ലായിൽ. അവിടെ താങ്കൾ തോറ്റു. അവിടെ കോൺഗ്രസ്സുകാരല്ലാത്ത ഒരു MP ചന്ദ്രശേഖരപിള്ളയെ, മന്നത്തിൻ്റെ ആളിനെ, അയാളെ പിടിച്ച് അവിടെ നിന്ന് എടുത്തു. ഞാനവിടെ പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് എതിരില്ലാതെ 2 തവണ ജയിച്ചു. എന്തുകൊണ്ടാണ് പിന്നീട് സജീവ കക്ഷി രാഷ്ട്രീയം വിട്ടത്? അല്ല, കക്ഷി രാഷ്ട്രീയം തെറ്റായി. കക്ഷി രാഷ്ട്രീയം ജനങ്ങളെ ഇട്ട് അടുപ്പിക്കുക. നമുക്ക് എല്ലാവരും ഇത് സ്വീകരിക്കണം. ജനാധിപത്യം, സോഷ്യലിസം, മതേതരത്വം, അത് സ്വീകരിക്കണം. ഇവിടുത്തെ കോൺഗ്രസിനോടും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോടും എല്ലാം അപേക്ഷ. അന്ന് ഈ കോൺഗ്രസ് വിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പോയതാണ് കോൺഗ്രസ് റിയാക്ഷണറി ആകാൻ കാരണം. ഐക്യ കോൺഗ്രസിൽ നിന്ന് കമ്മ്യൂണിസ്റ്റുകാർ കമ്മ്യൂണിസ്റ്റുകാരുമായിട്ട് പിരിഞ്ഞപ്പോഴാണ് കോൺഗ്രസിന്റെ ഒരു മൂല്യം കെട്ടതെന്നാണോ പറയുന്നത്? കാലത്ത് താങ്കൾ കക്ഷി രാഷ്ട്രീയം വിടുകയും ഞങ്ങളൊക്കെ കാണുന്ന കാലത്ത് ഒരു ഏകാന്ത സമര സാരഥി പോലെ തനിയുള്ള ചില ഇടപെടലുകൾ മാത്രം നടത്തുന്ന ഒരു KE മാമനെയാണ് ഞങ്ങളൊക്കെ കണ്ടത്. ആ മാമനിലേക്ക് എങ്ങനെയാണ് എത്തിയത് ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ? അത് ഗാന്ധിയൻ ആദർശം. ഗാന്ധി കക്ഷി രാഷ്ട്രീയത്തിനെതിരായിരുന്നു. ഗാന്ധി ഒരു പാർട്ടിയിലെ അംഗമല്ലായിരുന്നു. ആ ഗാന്ധിയൻ രാഷ്ട്രീയം,
കക്ഷിരാഷ്ട്രം. ഗാന്ധി പറഞ്ഞു നോൺ വയലൻസ് ഈസ് ദി ശക്തിയാണ്, അഹിംസ ഭീരുവിൻ്റെ അല്ല ധൈര്യവാൻ്റെ ശക്തിയാണ്. ഞാൻ അങ്ങനെ സെക്രട്ടേറിയറ്റിൽ പല സമരത്തിലും പോയിട്ടാണ്. ബന്ദിനെതിരെ, ഹർത്താലിനെതിരെ, മദ്യത്തിനെതിരെ. ബന്ദിനെതിരെ കോൺഗ്രസ്സുകാരൊന്നും ബന്ദ് നടത്തുക. ഞാൻ ഒറ്റയ്ക്ക് വീട്ടിൽ പോലും പറഞ്ഞില്ല, എൻ്റെ നെല്ലുവാ. ഇവിടെ പോലും പറയാതെ രാവിലെ ഗാന്ധിയുടെ പടവും പിടിച്ച് ഹർത്താൽ ജനദ്രോഹം എന്നും പറഞ്ഞ് പോയി. ആ അക്കൗണ്ട് ഓഫീസിന് അവിടെ പോലീസാണ്. അവർ മംസരെ അങ്ങോട്ട് പോകരുത്. അത് ഹിന്ദുവിൽ വന്നിട്ടുണ്ട്, ഇവിടെ ഹിന്ദുവിൽ ഉണ്ട്, ഹിന്ദു പത്രത്തിൽ. ആ എല്ലാവരും ഗാന്ധിയൻ. എന്നിട്ട് സമരം ചെയ്തിരുന്ന ആളുകൾ സാറിനെ കയ്യേറ്റം ചെയ്യണ്ടായി. 3-4 റൗഡിമാർ, എല്ലാ പാർട്ടിക്കും റൗഡിമാരുണ്ട്. സകല പാർട്ടി, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും സകല പാർട്ടിക്കും റൗഡിമാരുണ്ട്. അപ്പം ഞങ്ങൾ 3-4 റൗഡിമാർ ഓടി വന്നിട്ട് എൻ്റെ പ്ലാക്കാർഡ് പിടിച്ചു, അത് വലിച്ചു കയറി എല്ലാം ചെയ്തു. എല്ലാ പാർട്ടിക്കും ഡൗറിമാരുണ്ട്. അപ്പോൾ ആൻ്റണിയുണ്ട്, ഉമ്മൻചാണ്ടിയുണ്ട്, ഒരുപാട് പേരുണ്ട് സമരത്തിന്റെ ഇടയിൽ. ആ അവര്. പക്ഷെ അവരാരും പറഞ്ഞില്ല, റൗഡിമാരൊന്നും എല്ലാം പിടിച്ചു. എന്നെ ഗൂണ്ടാസ് അടിച്ചപ്പോൾ ഞാൻ കരഞ്ഞിട്ടില്ല. പക്ഷേ CP-യുടെ ഭരണകാലത്ത് ആ ഈ പുതിയ കാലത്തെ അടികൊണ്ടപ്പോ അതും ഒരു കോൺഗ്രസ് സമരത്തിന്റെ ഇടയിൽ നിന്ന് ചിലർ വന്ന് തല്ലിയപ്പോ സാറിന് എന്ത് തോന്നി? എന്ത് ചെയ്യാനും കോൺഗ്രസ് ഇത്ര അത്ഭുതിച്ചു പോയല്ലോ എന്ന് തോന്നി. പക്ഷേ അവിടെ നിന്നു അപ്പോഴത്തേക്കും ഇപ്പോഴത്തെ മന്ത്രി പുള്ളിയാണ് ഉമ്മൻചാണ്ടി നിങ്ങൾ വിളിച്ച് എൻ്റെ അടുത്ത് വിളിച്ചു. ഞങ്ങൾക്കൊക്കെ ആ ദൃശ്യം ഓർമ്മയുണ്ട്, ചിലർ വന്ന് കയ്യേറ്റം ചെയ്യുന്നതും സാർ ഒറ്റയ്ക്ക് മുദ്രാവാക്യം വിളിക്കുന്നതായിട്ടുള്ള. പിന്നെ അതുപോലെ ഒറ്റയ്ക്ക് പല കഴിഞ്ഞ നാളെ പിന്നെ അവിടെ റോഡ് തടഞ്ഞു, 2 റോഡും തടഞ്ഞു. അപ്പം ഞാൻ നോക്കിയപ്പോൾ ഒരു സ്ത്രീ വെയിലത്ത് കുഞ്ഞിനെയും കൊണ്ടുപോകുന്നു. ഇത് കണ്ടപ്പോൾ എനിക്ക് വിഷമമായി. എന്തായാലും സാറ് ഒരു ഗാന്ധിയനായി ജീവിച്ചുകൊണ്ടിരിക്കുന്നു, ഒറ്റയ്ക്ക് ചില ഇടപെടലുകളോ സമരങ്ങളോ ഒക്കെ ചില സമയത്ത് നടത്തുന്നു. ഇപ്പോ ഇതാ നാട്ടിലെ അഴിമതി ഏറ്റവും വലിയ പ്രശ്നമായി മാറിയിരിക്കുന്നു. എന്തു തോന്നുന്നു? ദുഃഖിക്കുന്നു, കരയുന്നു. എന്ത് ചെയ്യാം, എനിക്കിപ്പോൾ വയസ്സായ, അല്ലെങ്കിൽ ഞാനിപ്പോൾ ജയിലിൽ പോയി. അല്ല, മുമ്പ് ഒരു കാലത്തില്ലാത്ത പോലെ, മുമ്പും എല്ലാ കാലത്തും ഒരു പക്ഷേ അഴിമതി ഉണ്ടായിരുന്നു, അത് കൂടിക്കൂടി വരുന്നുണ്ടായിരുന്നു. ഇപ്പൊ ഏറ്റവും ഉയർന്ന രാഷ്ട്രീയ നേതാക്കൾ വരെ, ഒരു പക്ഷെ പ്രധാനമന്ത്രി പദത്തിൽ ഇരിക്കുന്നവർ വരെ സംശയത്തിന്റെ നിഴലിലാണ്. അതുപോലെ കോടികളുടെ അഴിമതിയിൽ നിന്ന് ശതകോടികളുടെ അഴിമതിയിലേക്ക് എത്തിയിരിക്കുന്നു. എന്താ പറയാനുള്ളത്? കരയാം. എനിക്ക് ആരോഗ്യം ഉണ്ടായി ഞാൻ ജയിലിൽ പോയി കിടന്നു. അപ്പം ആരോഗ്യമില്ല, ഇങ്ങനെ കിടന്നുകൊണ്ട് ദുഃഖിക്കുക. അഴിമതിക്കെതിരെ മറ്റൊരു ഗാന്ധിയൻ, മഹാരാഷ്ട്രയിൽ നിന്നുള്ള മറ്റൊരു ഗാന്ധിയൻ അണ്ണാ ഹസാരെ ഒരു സമരം നടത്തുകയുണ്ടായി. ആ സമരത്തെ എങ്ങനെ കാണുന്നു? ആരെങ്കിലും എതിർക്കണം. പക്ഷേ അദ്ദേഹം ചില വർഗീയ പാർട്ടിയുമായിട്ട് കൂട്ടുപിടിച്ചതിൽ എനിക്കെതിരുണ്ട്. ഒറ്റയ്ക്കായാലും നമ്മളെ ഒറ്റയ്ക്ക് നടത്തണം. ഈ വർഗീയ പാർട്ടികളും സന്യാസികളും എല്ലാം കൂടിച്ചപ്പം അതിനോടുള്ള ആ ആദരവ് കുറഞ്ഞു. അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കുന്നവരോട് താങ്കൾക്ക് പൂർണ്ണമായൊരു പിന്തുണയില്ല? ഇല്ല. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ രാഷ്ട്രീയ നേതാക്കളെ കുറിച്ച് പറഞ്ഞു. നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംവിധാനം ഭരണ സംവിധാനമാണ്, ഉദ്യോഗസ്ഥ സംവിധാനം. അത് ആ ഒരു കാലത്തെ അപേക്ഷിച്ച് ഇപ്പൊ എങ്ങനെ നിൽക്കുന്നു? പ്രത്യേകിച്ച് അതിന്റെ അഴിമതി ആയിട്ടുള്ള ഒരു ബന്ധം. എല്ലാം അഴിമതി അഴിമതി അഴിമതി. ഗാന്ധി വന്ന ഇന്ന് കൊല്ലും. ഗാന്ധി എല്ലാവരും ഉപേക്ഷിച്ചു. ഉമ്മൻചാണ്ടി ഇതിൽ നിന്നും പ്രതീക്ഷയുണ്ട്. പക്ഷെ ആ കുഞ്ഞുങ്ങൾ 2 അടുത്ത് അവിടെ ഒരു മതിൽ കെട്ടിയിരുന്നെങ്കിൽ അത് വരത്തില്ലായിരുന്നു. അതില്ലാഞ്ഞിട്ട് ആ കുഞ്ഞുങ്ങളെ മരിച്ച് എനിക്ക് TV കാണാൻ വയ്യാഞ്ഞിട്ട് ഞാൻ കണ്ടില്ല, മരിച്ചു. നമ്മുടെ രാഷ്ട്രീയക്കാരെല്ലാം പാർട്ടി താല്പര്യമാണ്. പാർട്ടി കുട്ടികളുടെ താല്പര്യമല്ല, ജനതാല്പര്യമല്ല. ചില കാലത്തെങ്കിലും കോടതികളാണ് മനുഷ്യന്റെ നീതിയുടെ അവസാനത്തെ അഭയകേന്ദ്രം എന്നൊക്കെ ആളുകൾ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ കോടതികളിൽ പോലും, മാത്രമല്ല പരമോന്നത നീതിപീഠത്തിൽ പോലും അഴിമതിയുടെ ഒരു കറ പുരണ്ടു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്, പല സംഭവങ്ങൾ കാണുന്നുണ്ട്. കോടതികൾ ഇങ്ങനെ അഴിമതിക്ക് ഇരയാവുന്നതിനെ കുറിച്ച് എന്തു പറയുന്നു? എന്ത് ചെയ്യാൻ, ഹെൽപ്ലെസ്. എനിക്ക് ആരോഗ്യം ഉണ്ടായിരുന്നു, ഞാൻ ജയിലിൽ പോയി കിടന്നു. ഇപ്പം എനിക്ക് ഹെൽപ്ലെസ്സാണ്. കയ്യും കാലും തളർന്നു. 1.5 കൊല്ലമായി ഇവിടെ വിളിക്കുക, നടക്കാൻ വയ്യ. പിന്നെ കിടന്നുകൊണ്ട് റേഡിയോ കേൾക്കും. റേഡിയോ ആണ് എൻ്റെ ഭാര്യ. അത് കേട്ട് ആ പാട്ടും കേട്ട് അതും കേട്ട്. ഇപ്പൊ തന്നെ നമ്മുടെ നാട്ടിലെ ഏറ്റവും അവസാനം വന്ന ഒരു രാഷ്ട്രീയ പ്രവണത, മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കെതിരെ തന്നെ പാമോലിൻ കേസ് മുന്നോട്ട് പോകണമെന്നൊരു കോടതി പറയുന്നു. പിന്നീട് അതുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ മാമൻ സാറിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവും. എന്താണ് പ്രതികരണം?
പാം ഓയിലും കേസ് മുമ്പോട്ട് പോകണമെന്ന് തന്നെയാണ് എൻ്റെ ആവശ്യം. ഒരിക്കൽ അവിടെ ഒരു മീറ്റിങ്ങിന് എന്നെ വിജയ് ഹാളിൽ വന്നു. ഞാനാണ് അധ്യക്ഷൻ. കരുണാകരനും അവിടെ പ്രസംഗിക്കുന്നുണ്ട്. പക്ഷേ എന്നെ മീറ്റിങ്ങിന് വന്നു വിളിച്ചു. ഞാൻ ചെല്ലുന്നതിന് മുമ്പ് കരുണാകരനും വേറെ ഒരാളും ചേർന്ന് മീറ്റിംഗ് അങ്ങ് തുടങ്ങി. ഞാൻ സമയത്ത് എന്നെ വിളിച്ചെന്നു. ചെന്നപ്പോഴത്തേക്കും കരുണാകരൻ അവിടെ ഇരുന്ന് ഒരു പ്രസംഗം അദ്ദേഹം പറഞ്ഞത് ഖാദി ധരിക്കുന്നില്ല, വേറെ ഒരുപാടുണ്ട്. ഞാൻ ഖാദി കൊണ്ടു നടന്ന് വിൽക്കുമായിരുന്നു. ഞാൻ ഖാദിയും കൈത്തറിയും വിൽക്കുന്ന തൊഴിലാണ്. പക്ഷേ അദ്ദേഹം പറഞ്ഞു ഖാദി ധരിക്കുന്നില്ല എന്നാണ്, വേറെ ഒരുപാടുണ്ട്, അതങ്ങ് പറഞ്ഞേച്ച് അദ്ദേഹം അങ്ങ് പാൻ തുടങ്ങി. അപ്പം ഞാൻ എഴുന്നേറ്റ് പറഞ്ഞു, ഞാനാണ് മീറ്റിങ്ങിൻ്റെ അധ്യക്ഷൻ, എന്നെയാണ് നോട്ടീസിൽ വെച്ചിരിക്കുന്നത്, എനിക്ക് വയ്ക്കണം, എനിക്ക് പറയാനുള്ളതോടുകൂടെ ലീഡർ കേൾക്കണമെന്ന് പറഞ്ഞു. പുള്ളി ഒറ്റ പോക്ക്. ഞാൻ പറഞ്ഞു ലീഡറെ പോകരുതെന്ന് വിളിച്ചു. അത് പോയി. ആ പോമോയ ഈ കേസ് വാസ്തവത്തിൽ അങ്ങനെ അതോടുകൂടെ പാമോയിൽ പിടിച്ചു. പിന്നെ ആ പാടെല്ലാം പിടിച്ചു. ഗാന്ധിജി കോൺഗ്രസ് പ്രസ്ഥാനം രാഷ്ട്രത്തിന് നൽകിയ, അല്ലെങ്കിൽ കോൺഗ്രസ് പ്രസ്ഥാനത്തെ രാഷ്ട്രത്തിന് നൽകിയ ഒരു നേതാവായിട്ട് നമുക്ക് കാണാം. കോൺഗ്രസ്സുകാരോട് താങ്കൾക്ക് എന്തു പറയാനുണ്ട്? കോൺഗ്രസ്സുകാരോട് പറയാനുള്ള സത്യത്തിന് വേണ്ടി നിൽക്കുക. ബ്ലാക്ക് മണി പിടിച്ചെടുക്കണം. ബ്ലാക്ക് മണി അത് ടാക്സ് മേടിച്ചു വന്നു. ഇപ്പോൾ അവിടെ ഗവൺമെൻറ്റൊക്കെ ബ്ലാക്ക് മണി പുറത്ത് സ്വിസ് ബാങ്കിലൊക്കെ കിടക്കുന്ന ആരുടെ പണമായാലും ആ ബ്ലാക്ക് മണി പിടിച്ചെടുക്കണം കോൺഗ്രസ്സുകാരുടെ. കമ്മ്യൂണിസ്റ്റുകാരുടെ എനിക്ക് പറഞ്ഞു, നിങ്ങളുടെ അക്രമമാർഗം ഉപേക്ഷിക്കുക. നിങ്ങളുടെ പാർട്ടിയിലും നല്ല ആളുകളെ എടുക്കുക. അച്യുതാനന്ദനെ പോലുള്ളവർ. പല കമ്മ്യൂണിസ്റ്റുകാരും ഒളിവിൽ വന്ന് എൻ്റെ കൂടെ താമസിച്ചു. ഉണ്ണിരാജ, എൻ ഗോവിന്ദൻ നായർ, KC ജോർജ്, ഇവരെല്ലാം എൻ്റെ തിരുവല്ലയിലെ ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റ്, അവിടെ വന്നവരൊക്കെ താമസിച്ചു. ഒരു കാലത്തെങ്കിലും താങ്കൾ സോഷ്യലിസ്റ്റ് പ്രവർത്തകനായിരുന്നു. ആ സോഷ്യലിസ്റ്റ് പ്രസ്ഥാനം വളരെ ദുർബലമായി പോയി രാജ്യത്ത്, ഒരുപക്ഷെ ചിന്നി ചിതറിപ്പോയി. ഇപ്പോഴും സോഷ്യലിസ്റ്റ് ആശയഗതിയുള്ള ആളുകളോട് താങ്കൾക്ക് എന്ത് പറയാനുണ്ട്? സോഷ്യലിസം ഇല്ല എങ്കിൽ ഈ പട്ടിണി മാറ്റണം, ദാരിദ്ര്യം മാറ്റണം, ദൂർത്ത് മാറ്റണം. സോഷ്യലിസം ഇല്ലാതെ ഇന്ത്യക്ക് രക്ഷയില്ല. ഇന്ത്യയിൽ ഇപ്പോൾ ലോകത്തിന് മുഴുവൻ പണം മാറി എറിയുന്നു. ഈ പട്ടിണി ആദ്യം സോഷ്യലിസം വരണം. സോഷ്യലിസം ഇല്ലാതെ ഡെമോക്രസി ഇല്ല. എന്തായാലും ഗാന്ധിജിയിൽ നിന്നാണ് നമ്മൾ തുടങ്ങിയത്, ഗാന്ധിജിയിൽ തന്നെ അവസാനിപ്പിക്കും. താങ്കൾ പലപ്പോഴും ഗാന്ധിജിയെ തൊട്ട ഒരു അനുഭവം വീണ്ടും വീണ്ടും പറയാറുണ്ട്. എന്തായിരുന്നു അനുഭവം? ഞാൻ ക്രിസ്തുവിൻ്റെ യഥാർത്ഥ ശിഷ്യൻ ഗാന്ധിയായിട്ട് ക്രിസ്തുവിൻ്റെ ആ ഉപദേശങ്ങൾ അതൊക്കെ അവിടെ സബർമതിയിൽ ബൈബിള് തുറന്ന് വെച്ചിട്ടുണ്ട്. ക്രിസ്തുവിൻ്റെ യഥാർത്ഥ ശിഷ്യൻ ഗാന്ധിയാണ്. ആഡംബരവും പട്ടുടുപ്പും ഒക്കെ ഇട്ട് നടക്കുന്ന, ഇപ്പോൾ ഒരു ബിഷപ്പാകുന്നതാണ് പുതിയ കാറ്. ഞാൻ പള്ളിയുമായിട്ട് വേണ്ടെന്ന് വെച്ചിരിക്കുക. ബിഷപ്പാകുമ്പോൾ പുതിയ കാറ്, സ്വർണ്ണക്കുരിശ്, മാല, പട്ടുടുപ്പ്, ഇത്രയും ഈ പടങ്ങളൊക്കെ ചുമ്മാത. ശിശുരനാൾ അന്ന് ഇവിടെ ഹരിജൻ എന്ന് പറഞ്ഞാൽ ഗാന്ധി പറഞ്ഞ് ഹരിയയുടെ ആട്, ഈശ്വരൻ്റെ ആളെന്ന് അന്ന് പറഞ്ഞ്. അപ്പം ഇവിടെ ഗാന്ധി മഹാരാജ തിരുമേനി, നമ്മുടെ മഹാരാജ സിമ്പിൾ, ഇന്ത്യയിലേക്കും ബെസ്റ്റ് റോയൽ ഫാമിലി നമ്മുടെയാണ്, ഇന്ത്യയിലേക്കും മറ്റേത്. അപ്പോൾ ഗാന്ധി വന്നപ്പം എനിക്ക് ഗാന്ധിയെ കാണണമെന്ന് ഞാൻ രാമേന്ദ്രനോട് പറഞ്ഞു. ഞാനൊരു അന്ന് ഒരു സ്റ്റുഡൻറ് കോൺഗ്രസ് വർക്കറാണ്. അന്ന് ഞാൻ രാമേന്ദ്രനോട് പറഞ്ഞു എനിക്ക് ഗാന്ധിയെ കാണണമെന്ന്. വലിയ മാമൻ വരാൻ പറഞ്ഞു. ഞാൻ ചെന്നു. അന്ന് ക്ലിഫ് ഹൗസിലാണ്, ഫ്രീഡം കിട്ടിയിട്ടില്ല, ക്ലിഫ് ഹൗസിലാണെന്ന് തോന്നുന്നു ഗാന്ധി താമസിച്ചത്. ഞാനവിടെ ചെന്ന് രാമേന്ദ്രനും ഗാന്ധിയും കൂടി കുറേ നേരം ഹിന്ദിയിലും ഇംഗ്ലീഷ് സംസാരിച്ചു. ഞാൻ പുറകിയിരുന്നു. ഗാന്ധി ചർക്ക ഇങ്ങനെ കറക്കിച്ചു. ചർക്കയാണ് പട്ടിണി മാറ്റും ദാരിദ്ര്യം മാറ്റും. ചർക്ക മാറ്റിച്ചുകൊണ്ടിരുന്നു. നമ്മുടെ മന്ത്രിയും നേതാക്കന്മാരോട് സമയം ചുമ്മാ പ്രസംഗിച്ചും വാക്കടിച്ചും കളയത്തില്ല. ടൈം കളയരുത്. 5 മിനിറ്റും വിലയുള്ളത്. 5 മിനിറ്റ് പോയി ഇരുന്നു. പാന്നേരം പറഞ്ഞു ഇതൊരു സ്റ്റുഡൻറ് കോൺഗ്രസ് ലീഡർ. അന്ന് കോൺഗ്രസ്സേ ഉള്ളല്ലോ. അപ്പോൾ ഇപ്പോഴത്തെ കോൺഗ്രസ് ഗാന്ധിയോടൊപ്പം കോൺഗ്രസ് വിട്ടു.
ഇന്ത്യ വിഭജിക്കുന്നതിന് ഗാന്ധി എതിരായിരുന്നു. വിട്ടു ഗാന്ധി പോയി. എന്നിട്ട് അന്നാണോ ഗാന്ധിയെ തൊടുന്നത്? അന്നേ തൊട്ടപ്പോൾ അന്നേരം ഞാൻ ഇങ്ങനെ തൊട്ടു. അതാണ് എനിക്കിപ്പോഴും ഗുണ്ടകളെ അടിക്കുമ്പോഴും ഒക്കെ ഉള്ള ആ ധൈര്യം എന്തോ ഇത് കിട്ടുന്നുണ്ട്. ക്രിസ്തുവിൻ്റെ യഥാർത്ഥ ശിഷ്യൻ ഈ പട്ടുടുപ്പും സ്വർണ്ണ കുരിശും ഒക്കെ ഇരുന്ന പള്ളിയിൽ നിന്ന് എന്നെ മുടക്കി. ഇത് ഇപ്പോൾ എനിക്ക് എൻ്റെ ആഗ്രഹം എൻ്റെ ബോഡി എടുക്കുമെങ്കിൽ മരിക്കുമ്പോൾ പള്ളി കൊണ്ട് നടക്കണ്ട, മെഡിക്കൽ കോളേജിന് കൊടുത്ത് എന്നോടൊക്കെ മെഡിക്കൽ കോളേജിന് കൊടുത്ത് എൻ്റെ ബോഡി അവിടെ വെച്ചാൽ നശിപ്പിച്ച് കളയുന്നു. പ്രയോജനപ്പെടുത്തുമെങ്കിൽ എൻ്റെ ആഗ്രഹം പ്രാർത്ഥനയെല്ലാം നടത്തിക്കോട്ടെ. അത് കഴിഞ്ഞ് മെഡിക്കൽ കോളേജിന് കൊടുക്കണം, കണ്ണ് 3 മണിക്കൂറിനകം കൊടുക്കണം എന്നാണ്. എന്തായാലും ഇന്ന് ജീവിച്ചിരിക്കുന്ന, മലയാളത്തിൽ ജീവിച്ചിരിക്കുന്ന ഏറ്റവും പ്രമുഖ ഗാന്ധിയനായ താങ്കളെ തന്നെ, താങ്കളുടെ സംഭാഷണം തന്നെ പ്രേക്ഷകർക്ക് നൽകാൻ കഴിഞ്ഞതിൽ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട്. നമസ്കാരം. ജയ് ഹിന്ദ്.